നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പിന്നെയും റിക്വസ്റ്റ് ചെയ്യുന്നു. ഇന്ന് നമുക്കൊരു കഥ കേൾക്കാം. 4 ബ്രാഹ്മണ സുഹൃത്തുക്കൾ പ്രാചീന ഭാരതത്തിൽ ജീവിച്ചിരുന്നു. ഇവരിൽ മുതിർന്ന 3 പേരും എല്ലാവിധമായ തന്ത്രങ്ങളും മന്ത്രങ്ങളും വേദങ്ങളും വിദ്യകളും എല്ലാം പഠിച്ചവരായിരുന്നു. എന്നാൽ അവർക്കില്ലാതിരുന്ന ഒരു കാര്യമുണ്ട്, കോമൺ സെൻസ്. ഇവരിൽ 4ാമത്തെ ആൾ ഈ പറഞ്ഞ വിദ്യകളും വേദങ്ങളും തന്ത്രങ്ങളും മന്ത്രങ്ങളും ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും അയാൾ വളരെ സ്മാർട്ടായിരുന്നു. കൂടാതെ അയാൾക്ക് കോമൺ സെൻസും ഉണ്ടായിരുന്നു. ഇവർ 4 പേരും ചേർന്ന് ഒരു ദിവസം തീരുമാനിക്കുകയാണ് രാജധാനിയിൽ ചെന്ന് രാജാവിനെ കണ്ട് കുറച്ച് കാര്യങ്ങളെല്ലാം അറിയിച്ച് അനുവാദം വാങ്ങി അവിടുന്ന് മടങ്ങി വരാം. ഇവർ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു വലിയ വനത്തിൻ്റെ ഉള്ളിലൂടെയായിരുന്നു. അങ്ങനെ ഇവർ യാത്ര ആരംഭിക്കുകയാണ്. അങ്ങനെ ഈ വലിയ വനത്തിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ഭാഗത്തായിട്ട് ഒരു സിംഹത്തിൻ്റെ അസ്ഥികൾ ചിന്നിച്ചിതറി കിടക്കുന്നത് കാണുകയാണ്. ഈ കാഴ്ച കണ്ട് ഇതിൽ മുതിർന്ന ആ ബ്രാഹ്മണ സുഹൃത്ത് മറ്റുള്ളവരുടെ പ്രകാരം പറഞ്ഞു, ഇത് നല്ല ഒരു അവസരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള മന്ത്രങ്ങളും തന്ത്രങ്ങളും വേദങ്ങളും വിദ്യകളും എല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കുവാൻ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ പഠിച്ചതനുസരിച്ച് ആ ഒരു കഴിവ് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ ചത്ത സിംഹത്തെ തിരിച്ച് ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും കൊണ്ടുവരാൻ സാധിക്കും. ഈ സമയത്ത് 4ാമനായിട്ടുള്ള ആ സുഹൃത്ത് മറ്റുള്ളവരുടെ പ്രകാരം പറഞ്ഞു, അയ്യോ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം ആ സിംഹം തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ജീവൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ആക്രമിക്കില്ലേ, അത് അപകടമാണ്. അദ്ദേഹം മറ്റു 3 പേരെയും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ എന്താ പ്രയോജനമുണ്ടായത്? ആ 3 പേരും ചേർന്ന് ഈ 4ാമത്തെ സുഹൃത്തിനെ കളിയാക്കുകയും പരിഹസിക്കുകയും ശകാരിക്കുകയും ചെയ്തു. ഓ, നീ ഈ പറയുന്ന മന്ത്രങ്ങളും വിദ്യകളും വേദങ്ങളും ഒന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് നിനക്ക് ഞങ്ങളോട് അസൂയയാണല്ലേ? ഞങ്ങൾക്ക് ഇത്ര നല്ലൊരു അവസരം വെറുതെ പാഴാക്കി കളയാൻ താല്പര്യമില്ല. അതുകൊണ്ട് നീ സഹകരിക്കുന്നില്ലെങ്കിൽ വേണ്ട, പക്ഷെ ഞങ്ങളത് ചെയ്യാൻ തന്നെ തീരുമാനിക്കുന്നു. തൻ്റെ സുഹൃത്തുക്കളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഒരു കാരണവശാലും സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ആ സുഹൃത്ത് മിണ്ടാതെ അവിടെ നിന്നു. അങ്ങനെ ഏറ്റവും മുതിർന്ന ബ്രാഹ്മണ സുഹൃത്ത് താഴെ ഇരുന്ന് ആ ചിതറി കിടക്കുന്ന അസ്ഥികളെല്ലാം യോജിപ്പിക്കുകയാണ്. അത് യോജിപ്പിച്ച സിംഹത്തിൻ്റെ അസ്ഥിയുടെ ആ ഒരു ഓർഡറിൽ അത് യോജിപ്പിച്ച് അവിടെ താഴെ വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ബാക്കി 2 സുഹൃത്തുക്കൾ അദ്ദേഹത്തെ പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ഒക്കെ ചെയ്തു. തുടർന്ന് 2ാമത്തെ സുഹൃത്ത് താഴെ ഇരുന്ന് ഈ യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന അസ്ഥികളെ നോക്കി മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. അങ്ങനെ മന്ത്രങ്ങൾ ഉരുവിട്ട് പെട്ടെന്ന് അത് സംഭവിച്ചു. സിംഹത്തിന് പെട്ടെന്ന് മാംസവും ത്വക്കും വന്നു ചേരുകയും ഒരു സിംഹം ഉറങ്ങിക്കിടക്കുന്നത് പോലെ ഒരു രൂപം അവിടെ വരികയാണ്. ഇത് കണ്ട് 4ാമത്തെ ആ സുഹൃത്ത് അന്തം വിട്ടു. അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇനി അടുത്തത് എന്ത് സംഭവിക്കുമെന്നുള്ള ആ വളരെ വലിയ ഭീതി അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. അദ്ദേഹം തുടർന്ന് തൻ്റെ 3ാമത്തെ സുഹൃത്തിനോട് പ്രകാരം പറഞ്ഞു, ഒരു മിനിറ്റ്, നിങ്ങൾ എന്തായാലും ഇത് നിന്ന് പിന്തിരിയാൻ പോകുന്നില്ല. എന്നാൽ എന്നെ ഒരു കാര്യത്തിന് നിങ്ങൾ അനുവദിക്കണം. ഞാൻ അങ്ങ് ദൂരെയുള്ളൊരു മരത്തിൽ മുകളിൽ അഭയം പ്രാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ റിക്വസ്റ്റ് കേട്ടിട്ട് ബാക്കി 3 സുഹൃത്തുക്കളും അദ്ദേഹത്തെ വളരെയധികം കളിയാക്കി. എന്നിട്ട് നീ നിനക്ക് ഇഷ്ടം പോലെ ചെയ്തോ എന്നുള്ള രീതിയിൽ അവർ 3ാമത്തെ ആളും അവർ അഭ്യസിച്ച ആ മന്ത്രങ്ങൾ ഉരുവിട്ട് തങ്ങളുടെ അത്ഭുത സിദ്ധി അവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചു. 3ാമത്തെ ആൾ മന്ത്രങ്ങൾ ഉരുവിട്ട് തുടങ്ങി. പെട്ടെന്നത് സംഭവിച്ചു, സിംഹത്തിന് ജീവൻ വന്നു. എന്നാൽ ഈ 3 മണ്ടന്മാരായിട്ടുള്ള
ഈ സുഹൃത്തുക്കൾ വിചാരിച്ചു, തങ്ങൾ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഈ സിംഹം തങ്ങളെ ഒന്നും ചെയ്യില്ല. ആ ഒരു ഓവർ കോൺഫിഡൻസ് അവർക്കുണ്ടായിരുന്നു. എന്നാൽ എന്താണ് സംഭവിച്ചത്? വിശന്ന് പൊരിഞ്ഞിരുന്ന ആ സിംഹം നിഷ്കരുണം ആ 3 പേരെയും ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും കൊന്ന് തിന്നുകയും ചെയ്തു. ഈ ഭയാനകമായ കാഴ്ച അങ്ങ് ദൂരെ ആ മരക്കൊമ്പിലിരുന്ന് ആ 4ാമത്തെ സുഹൃത്തിന് കണ്ടിരിക്കാനേ സാധിച്ചുള്ളൂ. തങ്ങളുടെ സുഹൃത്തുക്കളുടെ വിഡ്ഢിത്തം, മണ്ടത്തരം. അതെ പ്രിയ സുഹൃത്തുക്കളെ, ഈ കഥയിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്ന പാഠം, ജീവിതത്തിൽ എത്ര വലിയ വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിലും ഈ പറയുന്ന കോമൺ സെൻസ് നിങ്ങൾക്കില്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ പരാജയമായി തീരും. അതെ, കോമൺ സെൻസ് ഈസ് ഓൾവേസ് സുപ്പീരിയർ ടു ബുക്കിഷ് നോളജ്.